Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ചെറുപയർ തോരന്റെ റെസിപ്പി കാണാം. അപ്പോൾ ചെറുപയർ തോരൻ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ 1/2 കപ്പ് ചെറുപയർ 1 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചിരുന്നതാണ്. വെള്ളം കളഞ്ഞു വെച്ചേക്കാണ്. ഇനി വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെയുള്ള മഞ്ഞൾപ്പൊടി 1/8 ടീസ്പൂൺ കാണും, 1/4 ടീസ്പൂണിൻ്റെ പകുതി. അതേപോലെ തന്നെ കുറച്ച് ഇതിനുള്ള കുരുമുളക് പൊടി കൂടെ ചേർക്കാം. 2 കറിവേപ്പിലയും കീറിയിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവുന്ന വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ പയർ ഇവിടെ വേവിച്ച് വെച്ചേക്കാണ്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു 2-3 പച്ചമുളക് ഇറക്കാം. എരിവ് കണക്കാക്കി ഞാനൊരു 3, അധികം എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടൊരു 3 എണ്ണം എടുത്തു. ചുവന്നുള്ളി ഒരു 5 എണ്ണം, വെളുത്തുള്ളിയും ഞാൻ തോരന് നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ച് ചെറുപയർ തോരന് ഒരു 5 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് തേങ്ങ. ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ തോരനായതുകൊണ്ട് തന്നെ ഒരുപാട് അരഞ്ഞു പോലെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. ഈ ഒരു പരുവത്തിൽ കിട്ടി. അത് ചെക്ക് ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്തത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം തീ കുറച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അപ്പോൾ വെള്ളമെല്ലാം പറ്റി പയർ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി വീണ്ടും ചൂടാക്കാം. നമുക്ക് അരപ്പ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. 1-2 ടേബിൾ സ്പൂൺ വെള്ളമേ ഉണ്ടാവുള്ളൂ. പയർ വെച്ച് തന്നെ അരപ്പൊന്ന് മൂടിയ ശേഷം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഒന്ന് ആവി നന്നായിട്ട് വരുമ്പോഴത്തേക്ക് അത് വെന്തിട്ടുണ്ടാവും. നമ്മുടെ തോരൻ റെഡിയാണ്. ഇനി കടുക് പൊട്ടിക്കണം. അപ്പോൾ തോരന് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. 2-3 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു മുളക് കീറിയിട്ടിടാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് പയറിലേക്ക് ചേർക്കാം. ഉടനെ തന്നെ അടച്ചു വെക്കാം. അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് ഒരു 5 മിനിറ്റ്സ് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു അളവ് 1/2 കപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ 4 പേർക്കൊക്കെ കഴിക്കാവുന്നൊരു പോർഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ അല്ല കഞ്ഞിയുടെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്.
അപ്പോൾ ഒത്തിരിയും പേർക്ക് ഈ റെസിപ്പി അറിയാം എങ്കിലും അറിയാൻ മേലാത്ത ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.